മഹത്വമേറിയ ഒരു കാര്യമാണ്. ആ രീതിയിൽ നിങ്ങളുടെ ഈ കൂടി വരവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇവിടെ ഉള്ള കുടുംബങ്ങളും ഇൻഡിവിജ്വൽസൊക്കെ ജീവിപ്പാൻ ദൈവം ധാരാളം കൃപ നൽകട്ടെ. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ തന്നെ ഇല്ല അല്ലേ? വി ഓൾ ഡെവലപ്പ് വാട്ട്? A lot of desires, and sometimes like as we grow up we set aside some desires, but sometimes we pursue some of our desires. ചില ആഗ്രഹങ്ങൾ നമ്മൾ ജീവിതകാലം മൊത്തം നമ്മുടെ മനസ്സിൽ അത് വെച്ച് തുടരുന്ന രീതികളൊക്കെയും ഉണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ്? ഓക്കെ, വാട്ട് ആർ സം ഓഫ് ആർ ഡിസയേഴ്സ്? വാട്ട് ആർ സം ഓഫ് ദ ഡിസയേഴ്സ് ദാറ്റ് വി ആർ പെർസ്യൂയിങ് വിത്ത് അവർ ലൈഫ്സ് എന്നൊന്ന് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഐ നോ ദാറ്റ് നോട്ട് ഓൾ ഓഫ് us ആർ ലൈക്ക് അണ്ടർ ടീനേജ് ഓർ സംടൈംസ് ഈ ഒരു ചോദ്യം ടീനേജിലുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ ലൈഫ് എന്നൊക്കെ. ഇപ്പോൾ ജോലി നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. സംടൈംസ് വി മേ തിങ്ക് വി ആർ സെറ്റിൽഡ് ഇൻ ലൈഫ്, വി ഹാവ് എ ജോബ്, വി ഹാവ് എ ഫാമിലി. ഓക്കെ, സോ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ആഗ്രഹം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ ഈ വ്യക്തിനെ കുറിച്ചാണ് അധികം നമുക്ക് വായിക്കുവാനും സാധിക്കുന്നത്. There is no other character in the Bible about whom we have so much to read and understand. This is about the life of David. ദാവീദിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങൾ, ചെറിയ പ്രായത്തിൽ നിന്ന് മരിക്കുന്ന വരെയുള്ള പല സംഭവങ്ങളും ഈ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഈ ദാവീദിന്റെ ജീവിതത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ is something that we all remember, a man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ദാവീദ്. പോരായ്മകൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ദാവീദിന്റെ ജീവിതത്തിൽ. he was not a perfect man. there were several failures in David's life. he was actually a very poor father. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ ആ ഫാമിലി ലൈഫൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൽ നിന്നൊക്കെയും എക്സാമ്പിളായിട്ട് എടുക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇറ്റ് വാസ് നോട്ട് എ പെർഫെക്റ്റ് ലൈഫ്, ബട്ട് ദർ വാസ് സംതിങ് ഇൻസൈഡ് ഡേവിഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്, ദാറ്റ് ഗോഡ് നോട്ടഡ്. ദൈവം അത് ഹൈലൈറ്റ് ചെയ്ത് കണ്ട ഒരു കാഴ്ചയായിട്ട് ഞാനത് വിശ്വസിക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ he had a strong passion for the Lord. അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന ഒരു ഹൃദയം. ആ ഹൃദയത്തിലാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്. നമുക്കറിയുന്ന ഒരു വേദഭാഗമാണ് 2 Samuel chapter 7. So please open your Bibles to 2 Samuel chapter 7 and let me start reading the first 2 verses. Now when the king lived in his house and the Lord had given him rest from all his surrounding enemies, the king said to Nathan the prophet, "See now, I dwell in a house of cedar, but the ark of God dwells in a tent." പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് പറയുന്നുണ്ട്. The background. Okay, David was having a kind of a easy life during that part of time. Relatively a peaceful time. ദാവീദിന്റെ ജീവിതം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒത്തിരി പ്രയാസമേറിയ ഒരു ജീവിതമാണ്. Almost 20 years there was this battle between the house of Saul and house of what? David.
രാജാവായതിനു ശേഷവും he had so many enemies around him. So it was always a life of battle. യുദ്ധങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ ദാവീദിന്റെ ജീവിതം. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു ചെറിയ ഗ്യാപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്, റിലേറ്റീവ്ലി പീസ്ഫുൾ ടൈം. അപ്പൊ ആ സമയത്ത് ദാവീദിന്റെ ഉള്ളിൽ വന്ന ഒരു ആഗ്രഹമാണ്, എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം ഞാൻ എന്ത് ചെയ്യണം, പണിയണം. നമുക്കറിയാം പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഉടൻപടി പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ ഓബ്ജെക്ട്, ഇറ്റ് വാസ് ആക്ച്വലി എൻ earthly മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ ആ മഹത്വം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വെളിച്ചമാണ് ദിസ് ആർക്ക് ഓഫ് ദ കവനന്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ ദാവീദിന്റെ ജീവിതം വായിച്ചു കഴിയുമ്പോൾ ഈ ആർക്ക് ഓഫ് ദ കവനന്റ് യെരുശലേമിൽ കൊണ്ടുവന്ന് വെച്ചതും ദാവീദാണ്. ഇപ്പോൾ ദാവീദ് ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഐ എം ലിവിങ് എ ഗുഡ് ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഒരു മനോഹരമായ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ജീവിക്കുന്നത്. He's actually making a comparison here. He's saying, no, I dwell in a house of cedar. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഐ എം ഹാവിങ് വാട്ട്, എ ബ്ലെസ്സഡ് ടൈം. അപ്പോൾ അതിൽ സന്തോഷിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നത് മാത്രമല്ല, ദാവീദിന്റെ മനസ്സ് ചിന്തിക്കുന്നത്, ദൈവമേ, ഈ യെരുശലേമില് നിന്റെ ആ ഉടൻപടി പെട്ടകം അത് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കുവാനുള്ള ഒരു ടെമ്പിൾ ഞാൻ പണിയണം. Now I believe this perhaps is a desire that David developed over a period of time. And then here when we read through chapter 7, it is a conversation. ഇപ്പോൾ ഇവിടെ നേത്തൻ is the court prophet. നേത്തനെ വിളിച്ചിട്ട് തൻ്റെ ആഗ്രഹം പറയുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Let me also remind you something. ദാവീദ് കർത്താവിന് വേണ്ടി ചിന്തിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ he would not settle down with ordinary. You know what? Whenever David thought about God or what he wanted to do for God, always he had bigger things in mind. നമുക്കൊരു വേദഭാഗം വായിച്ചു നോക്കാം. This is in First Chronicles chapter 22 verse 5. First Chronicles chapter 22 verse 5. For David said, Solomon my son is young and inexperienced, and the house that is to be built for the Lord must be exceedingly magnificent, of fame and glory throughout all lands. I will therefore make preparation for that. Look at those three words. Exceedingly magnificent, of fame and glory throughout all lands. ദാവീദ് ഇവിടെ ചിന്തിക്കുന്നത് എന്തോ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ ഒരു കെട്ടിടം ഉണ്ടാക്കി അതിൽ കൊണ്ടുവന്ന് ഇതിനെ സ്ഥിരപ്പെടുത്തണമെന്നല്ല ദാവീദ് ചിന്തിക്കുന്നത്. ഹീസ് തിങ്കിങ് അബൌട്ട് ബിഗർ. He's saying, no, this is not for my glory. നമുക്കറിയാം, ഇന്നൊക്കെയും ബ്രിട്ടനിൽ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ you see castles, huge magnificent castles, and many of them were built for the sake of remembering those leaders. ആ രാജാക്കളെ ഓർക്കുവാൻ, അവരുടെ പേര് നിലനിൽക്കുവാൻ വേണ്ടി അവർ പണിഞ്ഞ കെട്ടിടങ്ങളാണ് magnificent palaces and castles. പക്ഷെ ദാവീദ് തൻ്റെ പേര് നിലനിൽക്കാൻ വേണ്ടി പണിയുവാനല്ല ചിന്തിച്ചത്. Rather he's saying, Lord, your fame and glory will be there throughout. ദാവീദിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്വപ്നം എന്ന് പറയുന്നത്, ഈ ആലയം യെരുശലേമിൽ വന്ന് കാണുന്ന വ്യക്തികൾക്ക് ഈ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യണം, വെളിപ്പെടണം. So he wanted to bring up or build up something so magnificent. ഒരു പ്രാവശ്യം നേത്തൻ ദ പ്രോഫറ്റിനെ വിളിച്ച് പറയുക, this is what I have in my heart. ഇപ്പൊ നേത്തൻ നമുക്കറിയാം പ്രോഫറ്റാണ്, പ്രവാചകന്റെ ഒരു ശുശ്രൂഷ എന്താണ്, ദൈവഹിതം എന്താന്നുള്ളത് മനസ്സിലാക്കി വന്ന് എന്ത് ചെയ്യണം, പറയണം. എന്നാൽ ഇവിടെ നമ്മൾ ഈ നേത്തൻ
ഒരുപക്ഷെ ദാവീദിന്റെ ഈ ഒരു ആഗ്രഹം കേട്ടപ്പോൾ ഇതിൽ ഒരു തെറ്റുമുള്ളത് പോലെ ആർക്ക് തോന്നിയില്ല? ഈ ഒരു പ്രോഫറ്റിന് തോന്നിയില്ല. കാരണം ദൈവത്തിന് വേണ്ടി ഇത്രയും മഹത്വമായ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എങ്ങനെയാണ് ദൈവഹിതം അല്ലാണ്ട് പോകുന്നത്? So he felt this was a commendable, a godly desire. So അതുകൊണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട ആ സമയം തന്നെയും you read 2 Samuel chapter 7 verse 3, and Nathan said to the king, go do all that is in your heart, for the Lord is with you. ഞാൻ ഇത് ചിന്തിച്ചപ്പോ കൂടെ ഇരുന്ന് ദാവീദിന്റെ ജീവിതം കണ്ട വ്യക്തി ആരാ? ഈ നേത്തൻ അറിയാം ദൈവം ആരുടെ കൂടെ ഉണ്ടെന്നുള്ളത്, ദാവീദിന്റെ കൂടെ ഉണ്ടെന്നുള്ളത്. ദാവീദിന്റെ ജീവിതം ഇത്രത്തോളം അടുത്ത് നിന്ന് കണ്ട് നേത്തൻ ചിന്തിക്കുവാണ്, I know that God is with you. And even this desire that you have now, it is for what? God's glory. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, I want to pause here and ask you this question. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഏത് രീതിയിലുള്ളതാണ്? നമ്മുടെ ഹൃദയങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിക്കുന്ന ആ ചിന്തകളിൽ is there a space for God's kingdom? ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ നിങ്ങളെക്കുറിച്ചൊന്നല്ല പറയുന്നത്, ജനറലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അവരുടെ ഫ്യൂച്ചർ, ഇതൊന്നും നോക്കണ്ടെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല കേട്ടോ. ആസ് എ ഹസ്ബൻഡ് വി ഹാവ് എ റോൾ to provide for the family. As parents we have what? Responsibility to take care of their future. എന്നാൽ ദൈവമക്കളെ, ഇത് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റ് ആൾക്കാർ, കർത്താവിനെ അറിയാത്ത ആൾക്കാർ, അവർ ചിന്തിക്കുന്നത് പോലെ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, I think there is something what really wrong with us. നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ജീവിതം നോക്കിയിട്ട് ബ്രദറെ ഇത് ചെയ്യുന്നത് ശരിയല്ല, സിസ്റ്ററെ ഇത് ചെയ്തത് ശരിയല്ല, ഐ കനോട്ട് മേക്ക് എ കമന്റ് അബൌട്ട് ദാറ്റ്. പക്ഷെ നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോർഡ്, യെസ്, there are so many things in my life. I am really concerned about future. I am really concerned about some of my dreams and desires. But I want to ask you, brothers and sisters, in the midst of all that you're thinking about your career, all that you're thinking about your family, do you have a dream for God? Do you have a desire like David? Do you have godly desires? ചിന്തിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലും ലോകത്തിലുള്ള മറ്റവരുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഒരാളുടെ ജീവചരിത്രത്തിൽ നിന്ന് ചെറിയൊരു കാര്യം മാത്രം ഉദാഹരണത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. There was this young girl who was in North America. അപ്പോൾ അവൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തൻ്റെ ജീവിതം അർപ്പണിച്ച ഒരു വ്യക്തിയാണ്. And then she had great passion for the Lord. അതുകൊണ്ട് അവൾ സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ഥലത്ത് സ്പാനിഷ് സ്പീക്കിംഗ് പീപ്പിളുടെ ഇടയിൽ പോയി അവൾ ദൈവവേല ചെയ്യുവാൻ വേണ്ടി തൻ്റെ ജീവിതം അർപ്പണിച്ചു. ഷീ വെന്റ് there. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി അവൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷീ ബിക്കെയിം വെരി സിക്ക്. സൗത്ത് അമേരിക്കയിൽ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു ബലഹീനത അവർക്ക് സംഭവിച്ചു. സോ ഷീ ഹാഡ് ടു റിട്ടേൺ ബാക്ക് ടു നോർത്ത് അമേരിക്ക. ഇപ്പോൾ വീട്ടിൽ അവൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് കൺഫൈൻഡ്. ഷീ കനോട്ട് ഡു എനിത്തിങ്. ആ രീതിയിലുള്ള അസുഖമാണ്. എന്നാൽ ഇവളുടെ മനസ്സെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കിടക്കയിൽ കിടക്കുമ്പോഴും ഷീ വാസ് എ ഡ്രീമർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ, നിനക്ക് വേണ്ടി ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ലോർഡ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? യെസ് ലോർഡ്, ഈ രീതിയിൽ ഞാൻ ആയിത്തീർന്നു, ബട്ട് വാട്ട് ക്യാൻ ഐ സ്റ്റിൽ ഡു ഫോർ യു? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരികൾ ഒരു ചിലർ അവിടുന്ന് വന്നവർ പറഞ്ഞു, സേ
നീ പ്രവർത്തിച്ച ആ സ്ഥലങ്ങളിൽ ഉള്ളവർക്കൊക്കെയും നിന്റെ പാട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. സോ അന്ന് ഈ ഗ്രമഫോൺ റെക്കോർഡ് എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ മ്യൂസിയത്തിലൊക്കെ അത് കാണാൻ പറ്റുള്ളൂ. യു ഹാവ് ദിസ് വാട്ട് ദറ്റ് റെക്കോർഡ്. സോ ഗ്രമഫോൺ റെക്കോർഡൊക്കെ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ഇവളുടെ പാട്ട് റെക്കോർഡ് ചെയ്യും. ഇവള് ബൈബിളിൽ നിന്ന് ഒരു പാസേജ് വായിച്ച് അത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവർ കൊണ്ടുപോയി എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക്, സ്പാനിഷ് ആൾക്കാരുടെ അടുത്ത് ഇത് കേൾപ്പിക്കും. ഇത് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ പറഞ്ഞു, ഇനിയും വേണം, ഇനിയും ഞങ്ങൾക്ക് കേൾക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1929 ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ചേർന്ന് ഇങ്ങനെ ഗോസ്പൽ റെക്കോർഡ്സ് തുടങ്ങാൻ വേണ്ടി അവർ തീരുമാനിച്ചു. You know what? This Joy Ridderhoff, the bedridden girl, അവളുടെ ഡ്രീം ദൈവം അത് ആദരിച്ചു. അക്കോർഡിംഗ് ടു 2012 സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ അന്നാണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടത്. അക്കോർഡിംഗ് ടു 2012 സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവളും അവളുടെ കൂട്ടുകാരുമായിട്ട് തുടങ്ങിയ ഗോസ്പൽ റെക്കോർഡിങ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൂടെ 6200 ഭാഷകളിൽ ഈ സുവിശേഷം അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. And I was thinking, now how could all these things come about? ഇതെങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അതിൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ, you will begin to dream for God. You will begin to desire for God. അങ്ങനെയാണ് ദാവീദ് ഇപ്പൊ പറയുന്നത്, കർത്താവേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇഫ് യു കണ്ടിന്യൂ, വേറൊരു കാര്യം കൂടെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഐ വിൽ ജസ്റ്റ് മെൻഷൻ ദിസ്. 2 Corinthians chapter 6 7 and 8 വായിച്ച് നോക്കിയാൽ ദൈവം തന്നെ ദാവീദിനോട് പറഞ്ഞ കാര്യം എന്തോന്നറിയോ? യു ഡിഡ് വെൽ ടു ഹാവ് ഇറ്റ് ഇൻ യുവർ ഹാർട്ട് ടു ബിൽഡ് എ ടെമ്പിൾ ഫോർ മൈ നെയിം. ദൈവം പറഞ്ഞു, ദാവീദിന്റെ ആഗ്രഹം കേട്ട ദൈവം പറഞ്ഞു, യു ഡിഡ് വെൽ. ഈ രീതിയിൽ എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഉടമ്പടി പെട്ടകത്തിന് ഇങ്ങനെ ഒരു ആലയം വേണമെന്ന് നീ ചിന്തിച്ചത് എന്തുവാണ്? നല്ലതാണ്. പലപ്പോഴും നമ്മൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തില്ല എന്നുള്ളതിനെ കുറിച്ച് അധികം നമ്മൾ ചിന്തിക്കാറുണ്ട്. ബട്ട് ഐ വാണ്ട് യു ടു ഫസ്റ്റ് റിയലൈസ് this was something that was commendable not only in the sight of Nathan, but this desire was something commendable even in whose sight? God's sight. You did well, David, to think about my house. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ നമുക്കറിയാം ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 7-ാം അധ്യായത്തിൽ മാത്രമല്ല, ദ സെയിം ഇൻസിഡന്റ് വി കൻ ഓൾസോ റീഡ് ഇൻ 2 Chronicles. അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നേത്തന്റെ അടുത്ത് ദൈവം വിളിച്ചു പറഞ്ഞു, ഓക്കെ, ഗോ ആൻഡ് ടെൽ മൈ സെർവന്റ് ഡേവിഡ് that he is not the one who is going to what? Build my temple in Jerusalem. ഞാനിത് ഞാനത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, just to make us understand how David would have felt. But some of you might be working in corporate or centers, or maybe some of you are working in, most of you are working in NHS. Imagine നിങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി, യു ഹാവ് എ ബ്രില്യൻറ്റ് ഐഡിയ. എന്നിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തു, ഇതിനു വേണ്ടി ബ്ലൂ പ്രിന്റ് ഇട്ടു, ഇതിനു വേണ്ടി ഒരു ഫയല് തയ്യാറാക്കി, എന്നിട്ട് യു ആർ മീറ്റിംഗ് വിത്ത് ദ CEO ഓഫ് ദ കമ്പനി. അപ്പോൾ നിങ്ങളുടെ CEO ഈ ഫയലിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊപ്പോസലൊക്കെ നോക്കിയിട്ട് നിങ്ങളെ നോക്കി പറയുക, ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊപ്പോസൽ. ഇത്രയധികം നീ കമ്പനിക്ക് വേണ്ടി ഇത്രയധികം ചിന്തിച്ചത് നന്നായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് പറയുക, എന്നാൽ ഇത് നീ ചെയ്യണ്ട, ഇത് ചെയ്യാൻ വേറൊരാളെ ഞാൻ ഏൽപ്പിക്കാൻ പോവുക. ഹൗ വിൽ യു ഫീൽ?
ഡിജക്റ്റഡ്, യുൽ ഫീൽ ഡിസപ്പോയിന്റഡ്. ഒരു തെറ്റായ ആഗ്രഹമാണെങ്കിൽ അത് ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും. ഇവിടെ ദൈവമഹത്വത്തിന് വേണ്ടി ഈ ദാവീദ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല കേട്ടോ, ചിന്തിക്കുന്നതിന്റെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കാരണം ലാസ്റ്റില് ശലോമോനെ ഏൽപ്പിക്കുമ്പോൾ ഇത് പണിയാനുള്ള സകലവും ദാവീദ് അവിടെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചെന്നാണ് വായിക്കുന്നത്. Dear brothers and sisters, eventually the Lord said, "You are not the one." I don't know how many of you have ever gone through such disappointment in life. ജീവിതത്തിൽ നമുക്ക് നിരാശകൾ എന്ന് പറയും അല്ലേ? നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒത്തിരി നമ്മൾ എന്ത് ചെയ്തു? എഫേർട്സ് എടുത്തു. എന്നിട്ട് ലാസ്റ്റിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു ഇത് വേണ്ട. That will be very disappointing. Let's accept it. It will be very disappointing. ദൈവത്തോട് ചോദിക്കാൻ പറ്റുമോ? ദൈവമേ, തെറ്റായ കാര്യമാണ് ഞാൻ ചിന്തിച്ചത്, തെറ്റായ കാര്യമാണ് ഞാൻ യാചിച്ചത്. അല്ല, നല്ല കാര്യമാണ്, ദൈവത്തിന് വേണ്ടിയാണ്. എന്നാലും ദൈവം പറയുക ഇത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ഹിതം അല്ല. It's very difficult. But I want to take it a little further here. Now, you know what? God didn't stop with that. No പറഞ്ഞിട്ട് ദൈവം അവിടെ നിർത്തുകയല്ല ചെയ്തത്. ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. He is sending Nathan to talk to David. ദാവീദിന്റെ അടുത്ത് ഇതൊക്കെ നീ പറയണം. But before that, I want to ask you, how do you feel when God says no to some of your desires? Does it make you feel discouraged? Does it make you feel no really like take a step back in your relationship with God? എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. You know what? All of a sudden, you see a backsliding. All of a sudden, you see that this brother or this sister is not active as before, not enthusiastic as before. Then you begin to go and talk to them. You know what? Disappointments. എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്കെന്താണ് ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തരാത്തത്? ഫിലിപ്പ് ആൻസി എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. He's an amazing writer. If you love reading, please get hold of his books. Philip Yancey. പുള്ളി എഴുതിയ ഒരു ബുക്കിന്റെ ടൈറ്റിൽ ഡിസപ്പോയിൻമെന്റ് വിത്ത് ഗാഡ്. ഡിസപ്പോയിൻമെന്റ് വിത്ത് ഗാഡ്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഡിസപ്പോയിൻമെന്റ്സ്, ദൈവത്തിന്റെ ആ സന്നിധിയിൽ നിന്ന് നമുക്ക് വരുന്ന ഡിസപ്പോയിൻമെന്റ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം തന്നെയും പുറകോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. You know what happens here? God doesn't stop there. 7ാമത്തെ അധ്യായത്തിലാണ് നമ്മളുള്ളത്. 2 Samuel chapter 7. Okay? Now we're going to read from verse 4. But the same night the word of the Lord came to Nathan, "Go and tell my servant David, thus says the Lord, would you build me a house to dwell in? I have not lived in a house since the day I brought up the people of Israel from Egypt to this day, but I have been moving about in a tent for my dwelling, in all places where I have moved with all my people of Israel." ഇതൊക്കെ ദൈവം വേറൊരു കാര്യം കൂടെ ഇവിടെ പറയണം കേട്ടോ. എന്താണെന്നറിയോ? ഞാനിത് ചിന്തിച്ചായിരുന്നു. ദൈവം ചോദിച്ചിട്ടല്ല ദാവീദ് ചിന്തിച്ചത്. എതിനെക്കുറിച്ച്? ഈ ആലയത്തിനെ കുറിച്ച്. ഹാവ് യു വണ്ടർഡ്? എന്നാൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും ബുക്ക് ഓഫ് ഹാഗായില് ഈ ദൈവം പറയുക എന്താണെന്നറിയോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ആലയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുന്നത്? അവിടെയാണ് ദാവീദിന്റെ കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവം നിർബന്ധിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പോൾ ആൾക്കാർ ദൈവത്തോട് ഒരു ബാർഗെയിൻ ചെയ്യാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ദൈവത്തോട് എന്ത് ചെയ്യാറുണ്ട്? ഒരു ബാർഗെയിൻ. എങ്ങനെയാ? ദൈവമേ, ഇത് എനിക്ക് നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് വേണ്ടി എന്തുവാ ഞാൻ ഇത് ചെയ്യും. ഇവിടെ ദാവീദ് ദൈവം പോലും ദാവീദിന്റെ അടുത്ത് ചോദിച്ചതല്ല. ദാവീദ് പറയുക, എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം?
ഒരു ആലയം പണിയണം. എന്നിട്ടും ദൈവം അത് പറഞ്ഞു, വേണ്ട ദാവീദേ, ആലയം വേണ്ട എന്നല്ല പറഞ്ഞത്, നീ അത് പണിയണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആലയം വേണ്ട എന്ന് പറഞ്ഞില്ല, നീ അത് പണിയണ്ട. നിന്റെ ജീവിതത്തിൽ എൻ്റെ ഹിതം അത് അല്ല. ദൈവമക്കളെ, എന്നിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ നിരാശകളും അറിയാം. വാട്ട് ഐ ഹാവ് ഓൾവേസ് തോട്ട് അബൌട്ട് ദിസ്. ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഡിസപ്പോയിൻമെന്റ്സും ഡിസ്കറേജ്മെന്റ്സും ഒക്കെയും ആർക്കറിയാം? ദൈവത്തിന്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമുക്കത് പറയാൻ പോലും നമുക്കെന്തില്ല. അതിനെക്കുറിച്ച് അങ്ങനെ അടുത്ത ഒരാളിൻ്റെ അടുത്ത് പോയി നമ്മുടെ ഡിസപ്പോയിൻമെന്റും ഡിസ്കറേജ്മെന്റും ഒക്കെ എന്തിനാ പറയുന്നത്? ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. But I want to say, whether we express or share it with others or not, God is able to understand every frustration, every discouragement you and I go through. ഇവിടെ അതുകൊണ്ടാണ് ദാവീദിന്റെ അടുത്ത് നോ പറഞ്ഞിട്ട് ദാവീദിന്റെ ഹൃദയം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ദൈവം ദാവീദിനോട് സംസാരിച്ചു തുടങ്ങുക. Look at verse 8. Now therefore, thus you shall say to my servant David, thus says the Lord of hosts, I took you from the pasture, from following the sheep, that you should be prince over my people Israel. And I have been with you wherever you went, and have cut off all your enemies before you. And I will make for you a great name, like the name of the great ones of the earth. ദൈവം അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഞാൻ പറയട്ടെ, ചിലപ്പോഴൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്നൊക്കെ ടെർമിനേഷൻ ലെറ്റർ കൊടുക്കാൻ സാധ്യത, നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുവാ, ടെർമിനേഷൻ ലെറ്റർ ചിലപ്പോൾ കൊടുത്തു വിടും. നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, സൂമിൽ തന്നെ വിളിച്ച് ഫയർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവരാരെങ്കിലും കൂടെ വന്ന് നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കും, നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ് എങ്ങനെയായിരിക്കും, ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? നെവർ. പക്ഷെ നമ്മുടെ ദൈവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോ പറയുമ്പോഴും ഹീ ഓൺ ഹിസ് ഓൺ ടേക്സ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ടു മേക്ക് us അണ്ടർസ്റ്റാൻഡ്. ദൈവം ഇവിടെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ദാവീദിനടുത്ത് പറയുന്നത്, ദാവീദേ, നിന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കണം. നീ ആരായിരുന്നു, നിനക്ക് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നീ തിരിഞ്ഞു നോക്കണം. ഐ എം റിയലി സർപ്രൈസ്. യു നോ വാട്ട് ഇത് ദൈവം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്കോയിസ്റ്റിക് സ്പിരിറ്റിൽ ദൈവം പറയുന്ന വാക്കുകളല്ല. റാദർ ഹി വാണ്ടഡ് ഡേവിഡ് നോട്ട് ടു ബി ക്യാരിഡ് അവേ ബൈ ദ ഡിസപ്പോയിൻമെന്റ് അറ്റ് ഹാൻഡ്. ഇപ്പോൾ ഉള്ള തൻ്റെ ജീവിതത്തിൻ്റെ നിരാശയിൽ ദാവീദ് മുങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് ദാവീദിനെ ഓർപ്പിക്കുക, ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഐ ഹാവ് ടേക്കൻ യു ഔട്ട് ഓഫ് വാട്ട്? ഷീപ്പ് ഫോൾഡ്. നീ ആടുകളുടെ ഇടയിൽ ഇരുന്ന നിന്നെ എൻ്റെ ജാതിയുടെ പ്രിൻസ് ആക്കി. റൈറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് തിങ് സേസ്, നീ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ നിനക്ക് ഞാൻ എന്ത് ചെയ്തു? വിജയം നൽകി. പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഉണ്ടല്ലോ, പിശാചി നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാണ്ട് വരുമ്പോൾ പിശാച് അത് മുതലാക്കാൻ ശ്രമിക്കും. He will use that as a weapon to take us away from God. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയോ? ഡിസ്കറേജ്മെന്റ്. ഇവിടെ നമ്മൾ കാണുന്നത്, ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ, ദൈവം ദാവീദിനോട് പറയുക, see look here, just because I did not fulfill one of your desires, don't think I am not pleased with you. നമ്മൾ പലർക്കും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടല്ലേ. നമ്മൾ വിചാരിച്ച ആഗ്രഹങ്ങളൊന്നും ദൈവം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മുടെ അടുത്ത് എന്തോ വലിയ ഒരു കോപമാണ്. നോ, God is always like, അതും പുതിയ നിയമത്തിലുള്ള വിശ്വാസികളായ നാം നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കുവാണെങ്കിൽ, you know what, his love for us is not at all changed by anything that you and I do. ഇപ്പൊ
ദാവീദിനോട് ദൈവം പറയുക, ദാവീദേ ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്.